അയർലൻഡ്, ഇംഗ്ലണ്ട് ടീമുകളോടേറ്റ തുടർ പരമ്പര തോൽവികൾക്ക് ശേഷം സമ്പൂർണ്ണ പരമ്പര വിജയവുമായി സിംബാബ്വേക്കെതിരായ മൂന്നാം ടി20യും ടീം ഇന്ത്യ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവസാനിച്ച മൂന്നാം ടി20യുടെ സമഗ്രമായ ഒരു ചിത്രം വീഡിയോയിലൂടെ പങ്കുവയ്ക്കുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ കരുത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ 192 റൺസാണ് ടീം ഇന്ത്യ നേടിയത്. അഭിഷേക് ശർമ്മ തുടർച്ചയായ 4ാം മത്സരത്തിലും ഇന്ന് 2 അക്കം കാണാതെ പുറത്തായപ്പോൾ മധ്യനിരയിൽ ഇഷൻ കിഷനും ശ്രേയസ് അയ്യരും മികച്ച പിന്തുണയാണ് സൂര്യവംശിക്ക് നൽകിയത്. അവസരം മുതലാക്കി തന്നെ ബാറ്റ് വീശിയ സൂര്യവംശി 49 പന്തിൽ 8 ഫോറും 4 സിക്സറുകളും സഹിതമാണ് 81 റൺസിന് അടിച്ചെടുത്തത്. ഇന്നിംഗ്സിന്റെ അവസാനം 25 റൺസുമായി റിങ്കു സിംഗ് കൂടി തിളങ്ങിയതോടുകൂടി സിംബാബ്വേയുടെ വിജയലക്ഷ്യം 193 റൺസായി മാറുകയായിരുന്നു. പതിവ് പോലെ മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ ബോളിംഗ് ഇന്നും തുടങ്ങിയത്. യഷ് ഠാക്കൂറിന്റെ മായങ്ക് യാദവിന്റെയും മികച്ച ബോളിംഗിന് മുൻപിൽ സിംബാബ്വെ ടോപ്പ് ഓർഡർ തകരുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. ബോൾ മധുവീര സഖ്യം മധ്യനിരയിൽ ടീമിന് വിജയപ്രതീക്ഷ നൽകുന്ന പ്രകടനവുമായി തിരിച്ചു വന്നെങ്കിലും സിംബാബ്വേയുടെ പോരാട്ടം ഒടുവിൽ റൺസുകൾക്കപ്പുറം അവസാനിക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി മായങ്ക് യാദവും യാഷ് താക്കൂറും 2 വീതം വിക്കറ്റുകൾ നേടിയപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എന്നതുപോലെ തന്നെ അഭിഷേക് ശർമ്മ മികച്ച ബോളിംഗ് പ്രകടനത്തിലൂടെ 20 റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റും ഇന്ന് സ്വന്തമാക്കി. എന്നാൽ ബാറ്റിംഗിലേക്ക് എത്തുമ്പോൾ തുടർച്ചയായ മത്സരങ്ങളിൽ അഭിഷേക് ശർമ്മ പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും BCCയും ടീം മാനേജ്മെന്റും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ നൽകിയതിന് 4-1 അവസരം അഭിഷേകിന് നൽകിയതിന് 4-1 അവസരം കൂടി നൽകണമെന്നുള്ള രോക്ഷവും മൂന്നാം ടി20ക്ക് ശേഷം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട്.